ജൂനിയർ ഡ്യൂട്ടി ഡോക്ടറോട് എംഎൽഎ മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ ഒപി ബഹിഷ്കരിച്ച് ഡോക്ടർമാരുടെ പ്രതിഷേധം. കൂവപ്പടി ചെട്ടിനട സ്വദേശിയുടെ മൃതദേഹം ആശുപത്രിയിലെ ഫ്രീസറിൽ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് പ്രതിഷേധത്തിൽ കലാശിച്ചത്. ആരോപണം നിഷേധിച്ച് എംഎൽഎ, ആരോഗ്യവകുപ്പിന് പരാതി നൽകാനൊരുങ്ങി ഡോക്ടർമാർ. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ ജൂനിയർ ഡ്യൂട്ടി ഡോക്ടറോട് പെരുമ്പാവൂർ എംഎൽഎ മനോജ് മൂത്തേടൻ മോശമായി പെരുമാറിയെന്നാരോപിച്ച് ഡോക്ടർമാർ ഒപി ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. കഴിഞ്ഞ ദിവസം കൂവപ്പടി ചെട്ടിനട സ്വദേശിയുടെ മൃതദേഹം ആശുപത്രിയിലെ ഫ്രീസറിൽ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. ചികിത്സയിലിരുന്ന ആശുപത്രിയിലെ ഡോക്ടറുടെയോ പോലീസിന്റെയോ ആവശ്യമായ അനുമതി രേഖകളില്ലാതെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന മൃതദേഹം ഫ്രീസറിൽ സൂക്ഷിക്കാൻ കഴിയില്ലെന്ന് ഡ്യൂട്ടി ഡോക്ടർമാർ അറിയിച്ചതോടെയാണ് തർക്കമുണ്ടായതെന്ന് ഡോക്ടർമാർ പറയുന്നു. ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഡ്യൂട്ടി എടുക്കുകയും ഡ്യൂട്ടിയിൽ ഇരിക്കവേ എംഎൽഎ വന്ന് ഡെഡ് ബോഡി ഫ്രീസറിൽ വെക്കണം, മെമ്പറിന്റെ ലെറ്റർ ഉണ്ട് പറയുന്നത്. വീട്ടിൽ സ്വാഭാവിക മരണമായിട്ട് വരണ ഡെഡ് ബോഡിക്ക് നമ്മൾ പോലീസിന്റെ NOC വേണമെന്നും അല്ലാത്ത പക്ഷം ഞാൻ ഡെത്ത് സർട്ടിഫൈ ചെയ്ത് പോലീസിന് ഇന്റിമേഷൻ നൽകുമെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഇത് രണ്ടും എംഎൽഎ കേൾക്കാൻ തയ്യാറാവാതെ എന്നോട് നിർബന്ധിതയായി മെമ്പറിന്റെ ലെറ്റർ കൊണ്ട് മാത്രം ഫ്രീസറിലേക്ക് വെക്കണമെന്ന് നിർബന്ധിച്ചു. എന്നാൽ പഞ്ചായത്ത് അംഗത്തിന്റെ കത്ത് മതിയെന്നും മൃതദേഹം ഫ്രീസറിൽ സൂക്ഷിക്കണമെന്നും എംഎൽഎ ആവശ്യപ്പെട്ടതായും ഇതിനിടെ ജൂനിയർ ഡ്യൂട്ടി ഡോക്ടറോട് മോശമായ ഭാഷയിൽ സംസാരിച്ചതായും ഡോക്ടർമാർ ആരോപിക്കുന്നു. ഒടുവിൽ മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മൃതദേഹം ആശുപത്രി ഫ്രീസറിൽ സൂക്ഷിച്ചു. തുടർന്ന് ഞാൻ ഇവിടുത്തെ ഹയർ അതോറിറ്റീസ്, RMO, സൂപ്രണ്ട് ഇവരൊക്കെ അറിയിച്ചതായിരുന്നു. അവരെല്ലാം ഫോൺ കോളിന് ശേഷം എന്നോട് എംഎൽഎ എന്താണ് പറയുന്നത് അതുപോലെ തന്നെ ചെയ്യാനാണ് പറഞ്ഞത്. അന്ന് എനിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾ ഇന്നും മാറിയിട്ടില്ല. യാതൊരു ആത്മാർത്ഥതയോടുകൂടി അതിനുശേഷം ജോലിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. സംഭവത്തിൽ പ്രതിഷേധിച്ച ഡോക്ടർമാർ ഒപി സേവനം ബഹിഷ്കരിക്കുകയും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ഔദ്യോഗിക പരാതി നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. നമുക്കറിയാം, ഒരു രോഗി വന്നു, ഏത് രോഗിക്കാണ് ഏറ്റവും അടിയന്തരമായി ചികിത്സ കൊടുക്കേണ്ടത്? ഏറ്റവും ഗുരുതരാവസ്ഥയിലുള്ള ആളുകളെ നമ്മൾ ഏറ്റവും ആദ്യം ചികിത്സ കൊടുക്കണം. അതിനുശേഷം അത് റെഡ് കാറ്റഗറിയാണ്. അത് കഴിഞ്ഞ് ഗുരുതരമല്ലാത്തത് ഒരു യെല്ലോ കാറ്റഗറി. ഗ്രീൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒപി കേസ് മതി. അങ്ങനെ തരം തിരിക്കാൻ വേണ്ടി ഒരു ട്രയാജ് സംവിധാനം ഇവിടുത്തെ മിക്കവാറും നമ്മുടെ ജനറൽ ആശുപത്രിയിൽ ഉണ്ടാവും. ഒരുപക്ഷെ വിരലിൽ എണ്ണാവുന്ന ആശുപത്രിയിൽ ഒഴികെ മറ്റെവിടെയും തന്നെ ഈ ട്രയാജ് സിസ്റ്റം നടപ്പിലായിട്ടില്ല. അതിൻ്റെ ഒപ്പം നമുക്കറിയാം, ഇവിടെ ഒരു CM മാത്രമാണ് ഉച്ചരിഞ്ഞ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഡ്യൂട്ടിയിലുള്ളത്. ആ ഡോക്ടർക്ക് ഇത്തരത്തിലുള്ള ഒപി കേസുകൾ നോക്കണം, അടിയന്തരമായി വരുന്ന കേസുകൾ നോക്കണം. അതിൻ്റെ ഒപ്പം പോലീസ് കൊണ്ടിരുന്ന കേസുകൾ, മുറിവുമായി ആക്സിഡന്റായി വരുന്ന മെഡിക്കൽ ലീഗൽ കേസുകൾ, മദ്യപിച്ച് വണ്ടി ഓടിച്ചു വന്നതിന്റെ പേരിൽ വരുന്ന ഡ്രങ്കൺനെസ് സർട്ടിഫിക്കറ്റ്, ഈ ഓരോ സർട്ടിഫിക്കറ്റും കൃത്യമായി എഴുതാൻ ഈ ഡോക്ടർമാർ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും പിശകുണ്ടായാൽ കോടതിയിൽ പോകുമ്പോൾ അവിടെ നമ്മൾ നിർത്തിപ്പൊരിക്കും. ഈ ഡോക്ടർ എന്തുകൊണ്ട് അത് എഴുതിയില്ല, ഇത് എഴുതിയില്ല, ഇത് എഴുതി വ്യക്തമല്ലല്ലോ എന്ന് പറഞ്ഞു. രാഷ്ട്രീയ ഇടപെടലുകളും അനാവശ്യ സമ്മർദ്ദങ്ങളും അധിക്ഷേപങ്ങളും കാരണം താലൂക്ക് ആശുപത്രികളിൽ ജോലി ചെയ്യാൻ പല ഡോക്ടർമാർക്കും വിമുഖതയുണ്ടാകുന്ന സാഹചര്യമാണെന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടി. എക്സിസ്റ്റിംഗ് ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമ്മൾ അതിന് ഡോക്ടറിന്റെ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്ത ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പോലീസിന്റെ NOC, അതായത് പോലീസ് സ്റ്റേഷന്റെ NOC സർട്ടിഫിക്കറ്റ് ചോദിച്ചു. അപ്പൊ മെമ്പറിന്റെ എഴുത്ത് മാത്രം മതി ബോഡി ഫ്രീസറിൽ വയ്ക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഇടയ്ക്ക് തർക്കം ഉണ്ടായി. ഇതിനുശേഷം ആ ഡോക്ടർക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടായി. ഇവിടെ 2 CMO പോസ്റ്റ് വേക്കന്റ് ഉണ്ട്. ഇവിടെ ഫോറൻസിക് സർജൻ, എത്രയും പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഹോസ്പിറ്റലിൽ ഫോറൻസിക് സർജന്റെ പോസ്റ്റ് ഇല്ല. ജനറൽ OPയിൽ രാവിലെ പനി ഛർദിക്കാരെ നോക്കുന്ന ഡോക്ടറാണ് ഇവിടെ പോയി ഇടയ്ക്ക് പോലീസിന്റെ ഇൻക്വസ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ പോയി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. 2 CMO വെച്ച് നടത്തുന്ന 24 മണിക്കൂർ കാഷ്വാലിറ്റി എടുക്കുന്ന ഹോസ്പിറ്റലാണിത്. അപ്പോൾ ഇവിടെ ഡോക്ടർമാർക്ക് ജോലി എടുക്കാൻ താല്പര്യമില്ല. ഇവിടുത്തെ ജനം ഇത് അറിയണം. എന്തുകൊണ്ട് താല്പര്യമില്ല? ഈ ഡ്യൂട്ടിയിലുള്ള ബുദ്ധിമുട്ട് കാരണം. അതേസമയം ആരോപണങ്ങൾ പെരുമ്പാവൂർ MLA മനോജ് മൂത്തേടൻ നിഷേധിച്ചു. രോഗബാധിതനായി വീട്ടിൽ മരിച്ചയാളുടെ മൃതദേഹം ഫ്രീസറിൽ സൂക്ഷിക്കാൻ ആവശ്യമായ ഇടപെടൽ മാത്രമാണ് നടത്തിയതെന്നും നാട്ടുനടപ്പിനും മാനുഷിക പരിഗണനയ്ക്കും അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞതെന്നും അദ്ദേഹം പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. കാലത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് പുതിയ തലമുറയെ കരുത്തരാക്കുന്ന വിദ്യാഭ്യാസം, അതാണ് മൗണ്ട് കാർമൽ കോളേജ് കറുകടം നൽകുന്നത്. നോ ഡൊണേഷൻ, യൂണിവേഴ്സിറ്റി ഫീ മാത്രം. അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ശരിയായ ദിശ നൽകാൻ മൗണ്ട് കാർമൽ കോളേജ് കറുകടം.